പിശാച് നോക്കുന്ന ഒരുത്തനെ പിന്മാറ്റത്തിലേക്ക് കളയാനാ. കാരണം ഒരു നീതിമാൻ മരിച്ചാലും അവനു വേണ്ടി ഒരുക്കപ്പെട്ട ഒരു പ്രതിഫലമുണ്ട്. സ്നാനപ്പെടുത്തുമ്പോൾ പറയുന്നത് എന്തുവാ? മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. നാം എല്ലാവരും ഒരു യാത്രയില്ല. നമ്മുടെ നോട്ടം എങ്ങോട്ടാ? നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു കിരീടമുണ്ട്. സാധാരണ കിരീടമല്ല, ജീവകിരീടം. ആ കിരീടത്തിലേക്ക് എത്തിപ്പിടിക്കണമെങ്കിൽ മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവകിരീടം പ്രാപിക്കും. ഈ ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ വിശ്വസ്തനായിരിക്കണം. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, കർത്താവിന്റെ കൃപ ആ മേഖലയിൽ ചോദിക്കണം. കർത്താവ്, എനിക്ക് ചില ഏരിയയിൽ എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല, അവിടേക്ക് നിന്റെ കൃപ എനിക്ക് ആവശ്യമാണ്. ചില ഏരിയയിൽ നമ്മുടെ പരാജയങ്ങളെ ദൈവത്തോടൊന്ന് തുറന്ന് സമ്മതിക്കണം. കർത്താവ്, എനിക്ക് ഇന്ന മേഖലയിൽ ഞാൻ തോറ്റവളാ, അവൻ എന്നെ കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ നിന്റെ കൃപ എനിക്ക് പകരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മെ കൊണ്ട് 40% പറ്റത്തുള്ളെങ്കിൽ ബാക്കി 60% കൃപ ഇറങ്ങി വന്ന് ആ 40 അങ്ങ് ജോയിൻ ചെയ്യും. അവിടെ തിരുസാന്നിധി നമ്മൾ 100% പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും.